ലോകത്തെ വൻശക്തി രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾ പുതിയൊരു തലത്തിലേക്ക് കടക്കുകയാണ്. തങ്ങളുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയും പരമാധികാരവും സംരക്ഷിക്കാൻ ചൈന പുതിയ നിയമപരമായ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കുന്നു. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ചൈനീസ് കമ്പനികൾക്ക് മേൽ നിരന്തരം ഏർപ്പെടുത്തുന്ന സാമ്പത്തിക ഉപരോധങ്ങൾക്കും അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ കയറ്റുമതി നിയന്ത്രണങ്ങൾക്കുമെതിരെ സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ചൈന ആന്റി സാങ്ഷൻസ് ടൂൾ കിറ്റ് അഥവാ ഉപരോധ വിരുദ്ധ നിയമങ്ങൾ വിപുലീകരിച്ചിരിക്കുകയാണ്. ചൈനീസ് കമ്പനികളുടെയും പൗരന്മാരുടെയും നിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ബീജിംഗ് ഭരണകൂടത്തിന് മുന്നിൽ മറ്റ് വഴികളില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. അടുത്തിടെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചൈനയുടെ വ്യവസായ വിതരണ ശൃംഖലകളെ തകർക്കാൻ ശ്രമിക്കുന്ന വിദേശ നീക്കങ്ങൾക്കെതിരെ ശക്തമായി തിരിച്ചടിക്കാൻ സഹായിക്കുന്ന പുതിയ നിയന്ത്രണങ്ങളാണ് ചൈന കൊണ്ടുവന്നിരിക്കുന്നത്. മുൻപൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഏകപക്ഷീയമായ ഇത്തരം നടപടികളോട് ചൈന കേവലം പ്രസ്താവനകളിലൂടെ മാത്രമാണ് പ്രതികരിച്ചിരുന്നത്. എന്നാൽ സ്വന്തം രാജ്യത്തിന്റെ വികസനത്തെയും സുരക്ഷയെയും ബാധിക്കുന്ന തരത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ മുന്നോട്ടു പോയതോടെ നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ പ്രതിരോധം തീർക്കാൻ ചൈന നിർബന്ധിതരാവുകയായിരുന്നു. ചൈനയുടെ ആഭ്യന്തര താൽപ്പര്യങ്ങളെ ഹനിക്കുന്ന തരത്തിൽ വിദേശ ഉപരോധങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ചൈനീസ് മണ്ണിൽ വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഈ പുതിയ നിയമങ്ങൾ ചൈനീസ് സർക്കാരിന് പൂർണ്ണ അധികാരം നൽകുന്നു. ഈ നിയമപരമായ മാറ്റങ്ങൾ ചൈനയിൽ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര കമ്പനികളെ വലിയ ആശയക്കുഴപ്പത്തിലും കടുത്ത പ്രതിസന്ധിയിലുമാക്കുന്നുണ്ട്. ഹോങ്കോങ്, സിൻജിയാങ് തുടങ്ങിയ മനുഷ്യാവകാശ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയും സാങ്കേതിക വിദ്യാരംഗത്തെ തങ്ങളുടെ മേധാവിത്വം നിലനിർത്താനും അമേരിക്ക ചൈനയ്ക്കെതിരെ കർശനമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. AI ചിപ്പുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ചൈനീസ് കമ്പനികൾക്ക് നൽകുന്നത് അമേരിക്ക തടയുമ്പോൾ ആ വിദേശ നിയന്ത്രണങ്ങൾ ചൈനയ്ക്കുള്ളിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ചൈനയുടെ പുതിയ നിയമപ്രകാരം വലിയ കുറ്റമാകും. അതായത് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഏർപ്പെടുത്തുന്ന ഉപരോധങ്ങൾ അതേപടി അനുസരിച്ചാൽ അത് ചൈനീസ് നിയമങ്ങളുടെ ലംഘനമായി മാറുകയും കമ്പനികൾക്ക് ചൈനയിൽ കടുത്ത പിഴയോ മറ്റ് കടുത്ത നടപടികളോ നേരിടേണ്ടി വരികയോ ചെയ്യാം. യഥാർത്ഥത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ചൈനയ്ക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന ഉപരോധ രാഷ്ട്രീയത്തിന്റെ ഇരകളാവുകയാണ് ഈ രാജ്യാന്തര കമ്പനികൾ. ചൈനയുടെ പുതിയ വ്യവസ്ഥകൾ പ്രകാരം വിദേശ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ചൈനയുടെ വ്യവസായ വിതരണ ശൃംഖലകളെ തകർക്കാൻ ശ്രമിക്കുന്നതും ചൈനീസ് കമ്പനികളോട് വിവേചനം കാണിക്കുന്നതും പൂർണ്ണമായും നിയമവിരുദ്ധമാണ്. കൂടാതെ വിദേശ ഏജൻസികൾ ചൈനീസ് കമ്പനികൾക്കെതിരെ നടത്തുന്ന അന്വേഷണങ്ങളോട് ചൈനയ്ക്കുള്ളിലിരുന്ന് സഹകരിക്കുന്നതും പൗരന്മാർക്കും സ്ഥാപനങ്ങൾക്കും കർശന വിലക്കുണ്ട്. രാജ്യത്തിന്റെ ദേശീയ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന വിദേശ സംഘടനകൾക്കെതിരെ നേരിട്ട് കോടതിയെ സമീപിക്കാൻ പോലും ചൈനീസ് പ്രോസിക്യൂട്ടർമാർക്ക് ഈ നിയമം അധികാരം നൽകുന്നുണ്ട്. വിദേശ രാജ്യങ്ങളുടെ ഇത്തരം ഏകപക്ഷീയമായ നിയമങ്ങൾക്ക് വഴങ്ങി ചൈനീസ് വിപണിയെയും കമ്പനികളെയും വിവേചനത്തോടെ കാണുന്ന സ്ഥാപനങ്ങൾക്ക് ചൈനീസ് നിയമപ്രകാരം പിഴ, സ്വത്ത് മരവിപ്പിക്കൽ, കയറ്റുമതി നിയന്ത്രണങ്ങൾ, ചൈനയിലേക്കുള്ള പ്രവേശന വിലക്ക് എന്നിവ നേരിടേണ്ടി വരും. വൻശക്തി രാജ്യങ്ങളുടെ ഉപരോധങ്ങൾ കാരണം ആഗോള വിപണിയിൽ ഉണ്ടാകുന്ന അസമത്വങ്ങൾക്കെതിരെ ചൈന തങ്ങളുടെ പരമാധികാരം ഉപയോഗിച്ച് നടത്തുന്ന ഒരു നിയമ പോരാട്ടമായാണ് സാമ്പത്തിക വിശകലന വിദഗ്ധർ ഈ നീക്കത്തെ വിലയിരുത്തുന്നത്. അമേരിക്ക ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളെ അതേ നാണയത്തിൽ നേരിടാൻ ചൈന നിയമപരമായി സജ്ജമായി കഴിഞ്ഞു എന്ന സന്ദേശമാണ് ബീജിംഗ് ഇതിലൂടെ ലോകത്തിന് നൽകുന്നത്. ഈ സാമ്പത്തിക യുദ്ധം വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങളെയും ആഗോള വിപണിയെയും ഏത് രീതിയിലാണ് മാറ്റിമറിക്കുക എന്നാണ് ലോകം കാത്തിരുന്ന് കാണേണ്ടത്.